കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഓണവും വന്നു. ഓണായിട്ട് നമുക്കൊരു പൂക്കളം ഉണ്ടാക്കിയാലോ? ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഇപ്പോൾ ഒരു ഫ്ലോപ്പായ ക്രാഫ്റ്റ് കാണാം എന്ന് പറഞ്ഞ് വീഡിയോ തുടങ്ങേണ്ട അവസ്ഥയായി. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഓണത്തിനായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു സംഭവം ക്രാഫ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ ധൃതി പിടിച്ചിട്ട് ഒരു ടിഷ്യൂ ആർട്ട് അല്ലെങ്കിൽ ടെക്സ്ചർ ആർട്ട് ചെയ്യാമെന്ന് വെച്ചു. ഞാനിങ്ങനെ വലിയ മെനക്കേടൊന്നും വലിയ എളുപ്പമല്ലേ എന്നൊക്കെ വെച്ചിട്ട് കാർഡ്ബോർഡ് പോലും മുറിക്കാൻ നിന്നില്ല. മുമ്പ് എന്തോ ചെയ്ത് എൻ്റെ ബാക്കിയായ ഒരു വട്ടത്തിലൊരു കാർഡ്ബോർഡ് ഉള്ളതുകൊണ്ട് അതിന് വേണ്ടി ഞാൻ ചെയ്തു. യാതൊരു വിധ എഫോർട്ടും വലിയ കോൺസെൻട്രേഷനും ഒന്നും കൊടുക്കാണ്ടാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് സംഭവം 8 നിലയിൽ ഫ്ലോപ്പായി. സാധാരണ ഇങ്ങനെ ടിഷ്യൂ ഇങ്ങനെ ഓരോ പാട്ടായിട്ട് എടുത്തിട്ട് കളർ ചെയ്തിട്ടല്ല ചെയ്യുക. ആദ്യത്തെ കുറച്ച് ഞാൻ അങ്ങനെ ചെയ്തു, ബാക്കി ഞാൻ ലാസ്റ്റ് ഇതുപോലെ ആക്കി. അതായത് മൊത്തത്തിൽ ടിഷ്യൂ ഇട്ടിട്ട് പെയിൻ്റ് അടിക്കാം, എന്തിനാ ഇങ്ങനെ പാർട്ടൊക്കെ ആക്കണേന്ന് വെച്ചിട്ട് ഞാൻ ചെയ്തു. പക്ഷെ ഒരു പെർഫെക്ഷൻ വരുന്നില്ല. എന്നിട്ട് ടിഷ്യൂവിൻ്റെ ഈ ലാസ്റ്റ് ഒരു ലെയർ ഉണ്ടാവില്ലേ, ഏറ്റവും തിന്നായ ലെയർ, അതും ഞാനിങ്ങനെ മുകളിൽ ഒട്ടിച്ചിട്ട് ഉണങ്ങണേന് മുന്നേ കൊണ്ട് പെയിൻ്റ് അടിച്ചു. അതും വെറുതെ ഒരു ഡിസൈനൊന്നും അല്ലാണ്ട് ഒരു മെനയില്ലാണ്ടൊരു പെയിൻ്റ് അടിച്ചു. അങ്ങനെ അതിൻ്റെ കൂടി കുറവുണ്ടായുള്ളൂ. സംഭവം ഫ്ലോപ്പ്. ഇത്ര എളുപ്പമായി ടിഷ്യൂ ആർട്ട് പോലും സൂപ്പറായിട്ട് ഫ്ലോപ്പ് ആവുമെന്ന് ഇതിൽ നിന്ന് മനസ്സിലായില്ലേ? മര്യാദയ്ക്ക് ചെയ്താൽ മതി, എന്തായാലും സക്സസ് ആവും. ഒട്ടും ഇഷ്ടമായില്ല. കാരണം ഇത് ഇത്ര എളുപ്പമായ സംഭവം പോലെ അടിപൊളിയായിട്ട് ഫ്ലോപ്പായി. ഞാൻ അപ്ലോഡ് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി? നന്നായി ചെയ്തത് സക്സസ് ആവും. അപ്പോൾ ഓക്കെ, ബൈ.